ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ചെറുപ്പക്കാർ, പലതരത്തിലുള്ള അഡിക്ഷൻസ്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഒരുപാട് സ്ക്രീൻ ടൈം, ഇതിലൊക്കെ വലയുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഇതിലൊക്കെ അപ്പുറമായിട്ട് വേറെ ചില ആൾക്കാർ കണ്ടവാനം ജോലി ചെയ്യുന്നു, കണ്ടവാനം സമ്പാദിക്കുന്നു. എന്തിനാണ്? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് മുഴുവൻ കൊണ്ട് ആശുപത്രിയിൽ കൊടുക്കാനാണോ? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ചെറുപ്പക്കാരിലൊക്കെ 30 വയസ്സിന് മുമ്പ് തന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ പലർക്കും ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ആരോഗ്യത്തെപ്പറ്റി അത്ര ഒരു കൺസേൺ ഇല്ലാതെയാണോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ മുമ്പോട്ട് പോകുന്നതെന്ന് പലരെയും കാണുമ്പോൾ തോന്നാറുണ്ട്. പ്രത്യേകിച്ചൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന നിലയിലോ അത്തരത്തിലൊന്നും അല്ല ഞാനിതിനെ കാണുന്നത്. ഞാനൊരു സാധാരണ പൗരനെന്ന നിലയിൽ പ്രത്യേകിച്ച് കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇടപെടുന്നത് കൊണ്ട് അവിടെയൊക്കെ കാണുന്ന ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ പ്രൊഫഷണൽ മേഖലയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ചെറുപ്പക്കാരായ ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ അവർ ഉന്നത പഠന രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും ഒക്കെ അവരുടെ ആരോഗ്യത്തെപ്പറ്റി അത്ര ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ ഒരു ജീവിത രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം, ഈ ഭക്ഷണമൊക്കെ പലപ്പോഴും അതിൻ്റെ അട്രാക്റ്റീവ്നെസ് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നോക്കിക്കൊണ്ടോ ഒക്കെയാണ് പലപ്പോഴും ചെറുപ്പക്കാർ ആഹാരം കഴിക്കുന്നത്. പക്ഷേ ഇത് വലിയ അപകടകരമാണ്. പണ്ടൊക്കെ ഒരു വീക്കെൻഡിലൊക്കെ അത്തരത്തിലുള്ള ആഹാരം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും അത്തരം ആഹാരം കഴിക്കുന്നു, എവിടെ നിന്നെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഫാൻസി റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി സ്ഥിരമായി ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ആഹാരത്തിലൊക്കെ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളൊക്കെ എന്താണ്, അതിലുപയോഗിക്കുന്ന കളർ എന്താണ്, ടേസ്റ്റ് മേക്കേഴ്സ് എന്താണ്, അതിനുപയോഗിക്കുന്ന ഓയിൽ എന്താണ്, ഇതിനെപ്പറ്റിയൊന്നും നമ്മളത്ര കെയർഫുള്ളാണെന്ന് തോന്നുന്നില്ല. മെഡിക്കൽ കോളേജിന് മുമ്പിൽ പോലും പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും വളരെ അനാരോഗ്യപരമായ രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അവിടെയൊക്കെ പോയിട്ട് ഡോക്ടേഴ്സ് വരെ അത്തരം ഭക്ഷണമൊക്കെ വളരെ കൂളായിട്ടിരുന്ന് കഴിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലുള്ള ഒരു ഭയങ്കര തിരക്കുള്ള ഒരു ഹോട്ടലിൽ ഈ ഗ്രീൻ പീസ് കറി, അതിനകത്ത് ബീഫിൻ്റെ ഫാറ്റ് പ്രത്യേകം ആഡ് ചെയ്താണ് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് പിന്നീട് പിടിക്കുകയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുകയും ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഒരുപക്ഷെ ബീഫ് കഴിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന പോലെ അല്ല ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് ബീഫിൻ്റെ ഫാറ്റ് കഴിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിനകത്ത് ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വറീഡ് അല്ല. അത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം നമുക്കൊരു ലോങ്വിറ്റി ഉണ്ട്, നമുക്കൊരു കുറേ കാലം ജീവിക്കേണ്ടതാണ്, ഒരു നല്ല കരിയറൊക്കെ ഉണ്ടാവണമെങ്കിൽ ഹെൽത്ത് അതിനകത്ത് വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം അട്രാക്റ്റീവ് ആകുക, അല്ലെങ്കിൽ കളർഫുൾ ആകുക, അല്ലെങ്കിൽ ടേസ്റ്റ് ഉള്ളതാകുക മാത്രമല്ല, അത് ന്യൂട്രീഷ്യസ് ആയിരിക്കണം, അതിന് വേണ്ട ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഭാവി ജീവിതത്തിന് വേണ്ട പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് മുതൽ വിറ്റമിൻസും മിനറൽസും എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. അത് ബാലൻസ്ഡ് ആയിരിക്കണം. അത് പലപ്പോഴും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിച്ച് നമുക്ക് ആവശ്യമുള്ള പോഷക ഘടകങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? രണ്ടാമത്തെ ഒന്ന് വ്യായാമം ഇല്ലെന്നുള്ളതാണ്. പലപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തീരെ വ്യായാമമില്ലാത്ത അവസ്ഥ. ഒരു കളി, എന്തെങ്കിലും കളിക്കാൻ പോവുക, നടക്കാൻ പോവുക, എക്സസൈസ് ചെയ്യുക, ഒന്നും ചെയ്യുന്നില്ല. പലപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പലരും ചിന്തിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ കൂടുതൽ നേരം ജോലി ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അവർ ആലോചിക്കുന്നില്ല 10, 30, 35 വയസ്സ് വരെയൊക്കെ അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഹാഫ് നിങ്ങൾ ഈ ഉണ്ടാക്കിയത് മുഴുവൻ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ട ഗതികേടിലേക്കായിരിക്കും വരുന്നത്. കിഡ്നി, ലിവറും ഒക്കെ തകരാറിലാകുകയാണ്. ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമാകുകയാണ്, പലതരത്തിലുള്ള അസുഖങ്ങൾ. അപ്പം ഇതൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യായാമം വളരെ ആവശ്യമാണ്, നല്ല ഒരു ഡയറ്ററി കൾച്ചർ നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്തും പലരിലും വളരെ കുറവാണ്. നല്ല മാനസിക ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ കളികളും നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റും കൾച്ചറൽ ആക്ടിവിറ്റീസും ഫ്രണ്ട്ഷിപ്പും ക്വാളിറ്റിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നല്ല റിലേഷൻഷിപ്പ് ആവശ്യമാണ്, യാത്രകൾ ആവശ്യമാണ്. സന്തോഷം ഉണ്ടാക്കിയാലേ അത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്
കുറച്ചുകൂടെയൊക്കെ ഒരു അർത്ഥം വരുന്നത്. പലർക്കും കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹമില്ല. ഇതിന് 2 കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഒന്ന്, ചിലരെയൊന്നും കണ്ടാൽ കല്യാണം കഴിക്കാൻ തോന്നത്തില്ല. കാരണം അവർ വളരെ ഡ്രൈഡ് ഔട്ടാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ. കുറേ പണം ഉണ്ടാക്കുന്നു, വലിയ പ്രൊഫഷണലാണെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് പ്രൊഫഷൻ? നിങ്ങൾക്ക് ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയും ഉയർച്ചയും ഒക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് മുരടിച്ച് പോകത്തേ ഉള്ളൂ. വേറൊന്ന്, നമ്മൾക്ക് ആരോഗ്യപരമായൊരു വളർച്ചയും രൂപാന്തരവും സംഭവിക്കുമ്പോഴാണ് നമുക്കൊരാളെ കൂടെ കൂട്ടണമെന്നും ഒരു കുടുംബം വേണമെന്നും മക്കൾ വേണമെന്നും നമ്മുടേതായ ഒരു ചെറിയ ലോകം സൃഷ്ടിക്കണമെന്നും ഒക്കെ തോന്നുന്നത്. പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഡ്രൈഡ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് 2 തരത്തിലും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമായൊരു കാര്യമാണ്, പലർക്കും പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ല. രാത്രി സമയം എന്ന് പറയുന്നതാണ് ഉറങ്ങാനുള്ള സമയം. അത് ആ രീതിയിൽ തന്നെയാണ് ബയോളജിക്കലി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് രാത്രി സമയം ഉണർന്നിരിക്കുക, പകലൊക്കെ അനാവശ്യമായിട്ട് കിടന്നുറങ്ങുക, ഇത്തരത്തിലുള്ള വളരെ വൈകല്യം നിറഞ്ഞ ജീവിത രീതികളൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ക്രീൻ ടൈം കൂടുന്ന അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ്. സ്ക്രീൻ ടൈം ഒത്തിരി കൂടുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ഈ പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയുകയും ആരോഗ്യപരമായ ഒരു രൂപാന്തരം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യും. ഉറക്കത്തെ അത് ബാധിക്കും. പലർക്കും ഇന്ന് ഉറക്കമില്ല. പ്രോപ്പറായിട്ട് ഉറങ്ങണമെങ്കിൽ തന്നെ നമ്മൾ എന്നും ഒരേ സമയത്ത് ഉറങ്ങി ശീലിക്കുകയും അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുകയോ റൊട്ടീൻ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യണം. പലർക്കും പ്രോപ്പറായിട്ടുള്ള ആഹാര രീതികളില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്ന പലരും ഉണ്ട്. വളരെ അപകടമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ലഞ്ചിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ? നിങ്ങളുടെ സപ്പറിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ? നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ? ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ കുടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ അല്ലാതെ പലരും ഡ്രഗ്സിലും ആൽക്കഹോളിലും സ്മോക്കിങ്ങിലും ഒക്കെ ഇപ്പോഴും വീണ് കിടക്കുന്നു. ഇത്രയൊക്കെ ലോകം പുരോഗമിച്ചിട്ടും ഇതിൻ്റെയൊന്നും ദൂഷ്യഫലങ്ങൾ തിരിച്ചറിയാനോ ചെറുത്ത് നിൽക്കാനോ കഴിയാത്ത ധാരാളം ചെറുപ്പക്കാർ. ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ളൊരു രാജ്യമാണ്. അതിലേറ്റവും കുറവ് യുവജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 2 തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ യുവജനങ്ങളുടെ ആരോഗ്യപരമായ ഒരു രൂപാന്തരവും അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫുമാണ് നാളെ ലോകത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല, കുറേ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും അല്ല. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയുള്ളൊരു ജീവിതമാണ്. വാട്ട് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്? അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ വളരെ കണക്റ്റഡായിട്ട് ലോകത്ത് നിൽക്കുകയും സന്തോഷമായിട്ട് നിൽക്കുക, അത് എൻജോയ് ചെയ്യുകയും നോട്ട് ഓൺലി ഹാവിങ് ദ കേക്ക്, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അത് എൻജോയ് ചെയ്യാനൂടെ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഭക്ഷണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫാമിലി ലൈഫിലേക്കൊക്കെ കയറുന്ന ആൾക്കാർക്ക് ആ ഫാമിലി ലൈഫിനൊരു ക്വാളിറ്റി ഉണ്ടോ? അതൊന്ന് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ടോ? ഒന്ന് റീഅസസ് ചെയ്യുന്നുണ്ടോ? മക്കളെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന പേരൻസ് ആ കുഞ്ഞുങ്ങൾക്കൊരു നല്ല പേരൻ്റാണോ? ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ക്വാളിറ്റിയുമായിട്ട് വലിയൊരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യപരമായൊരു ജീവിതത്തെ ഒന്ന് ചിന്തിക്കാൻ ഈ ഒരു വീഡിയോയിലൂടെ ഒരു പരിശ്രമം നടത്തുകയാണ്. ഇതിൻ്റെ തുടർ ചർച്ചകളൊക്കെ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഇൻസൈറ്റ് മിഷൻ്റെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ഇത് വ്യൂ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.